രേണുക മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജിക്ക് ഞാൻ പറഞ്ഞായിരുന്നു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ സ്വനാശലാഭയാ ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീകമലം ശ്രീഗുരോൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാംശ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമി നമാചാര്യ പാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാദാമതായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി തിരുനാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശകാരിണേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഗോവിന്ദ് മന്ത്രി സ്കോൺ ബാംഗ്ലൂരിന്റെ ഭാഗവതൻ ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തന്മാർക്കും സ്വാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോർസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികിം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. മദേകബന്ധോ മത്സംഗിൻ മദ്ഗുരോ മന്മഹാദന മന്നിഷ്ടാരകമത്ഭാഗ്യമതാനന്ദാനമോസ്തുതേ. ഗ്രന്ഥ ശ്രീമദ് ഭാഗവതം കീജെ ശ്രീ ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 8 കുന്തി ദേവിയുടെ പ്രാർത്ഥന. ശ്ലോകം 8. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗന്ധം കൃതമതിർ ബ്രഹ്മൻ ദ്വാരകാം രഥമാസ്ഥിതഃ ഉപലേപേ പിതാവന്തീം ഉത്തരാം ഭയവിഹ്വലാം. എല്ലാവർക്കും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗന്ധം കൃതമതിർ ബ്രഹ്മൻ ദ്വാരകാം രഥമാസ്ഥിതഃ ഉപലേഭേ ഭിധാവന്തീം ഉത്തരാം ഭയവിഹ്വലാം. ആരംഭിക്കാൻ ആഗ്രഹിച്ച് കൃതമതി തീരുമാനിച്ച ശേഷം ബ്രഹ്മൻ അല്ലയോ ബ്രാഹ്മണി ദ്വാരകയിലേക്ക് രഥത്തിൽ അല്ലയോ ബ്രാഹ്മണ ദ്വാരകയിലേക്ക് രഥത്തിൽ ആസ്ഥിത ആസനസ്ഥനായി ഉപലേഖയെ ദർശിച്ചു. അഭിതാവന്തിയും അതിശീഘ്രം വരുന്നത് ഉത്തര ഭയവിഹ്വലയായി. വർത്തനം ഭാവാർത്ഥം എസി ഭക്തി വേദാന്ത സ്വാമി ശ്രീ പ്രഭുപാദ് ജി. അനന്തരം രഥത്തിൽ കയറി ദ്വാരകയിലേക്ക് പുറപ്പെടാൻ ഒഴുകുമ്പോൾ ഉത്തര ഭയവിഹ്വലായി തന്റെ നേരെ ത്വരിതഗതിയിലേക്ക് വരുന്നത് ഭഗവാൻ കണ്ടു. അപ്പോ ഇവിടെ ഏതാണ് സന്ദർഭം? ഏതാണ്? ഭഗവാൻ ഈ പറഞ്ഞ മരിച്ചവരുടെ ഒക്കെ എല്ലാ ബന്ധുക്കളും അല്ലെ, ഈ യുധിഷ്ഠിരന്റെയും അതുപോലെ ധൃതരാഷ്ട്രയുടെയും ഒക്കെ ബന്ധുക്കൾ കുറെ പേര് ഇവിടെ മരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഉദകക്രിയ ചെയ്ത് ഗംഗയിൽ പോയി സ്ത്രീകളെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ഘോഷയാത്രയൊക്കെ ചെയ്ത് തിരിച്ചു വീണ്ടും ഈ ഗംഗയിൽ വന്ന് സ്നാനം ചെയ്ത് അവർക്ക് കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തി അല്ലെ. കൊട്ടാരത്തിൽ തിരിച്ചെത്തിയപ്പോ വളരെ ശോകമൂകമായ അവസ്ഥയായിരുന്നു. എല്ലാവരും കരച്ചിലാണ് അല്ലെ. എല്ലാവരും ബന്ധുക്കളെ ഓർത്ത് വിലപിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഭഗവാൻ ഓരോരുത്തരെയായിട്ട്
ആശ്വസിപ്പിച്ചു. ഓരോരുത്തരെയായിട്ട് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം അല്ലെ, എന്താണ് ശരീരം, എന്താണ് നമ്മളൊക്കെ ഈ ഭൗതിക പ്രകൃതിയുടെ നിയമത്തിൽ നിന്ന് ഒട്ടും എന്താ പറയാ, ആ നിയമത്തിന് വിധേയരാണ് നമ്മൾ. അതിൽ നിന്ന് നമുക്കൊരു വേറെ ഓപ്ഷൻ ഒന്നുമില്ല അല്ലെ. നമുക്ക് അത് പറഞ്ഞു കൊടുത്ത് അവരെയൊക്കെ വിലാപത്തിൽ ഇൻഡിവിജ്വലി അവരെ ആശ്വസിപ്പിക്കേണ്ടായി ഭഗവാൻ ഓരോരുത്തരെയും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങാണ് അല്ലെ, ദ്വാരകയിലേക്ക് പോയിട്ട് കുറെ നാളായി അല്ലെ. 3 അശ്വമേധം കഴിഞ്ഞു ഇവിടെ യുധിഷ്ഠിരന്റെ 3 അശ്വമേധം കഴിയുന്നവരെയും ഭഗവാൻ പാണ്ഡവരുടെ കൂടെ തന്നെ തങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എല്ലാം അവസാനിച്ച് തിരിച്ച് ദ്വാരകയ്ക്ക് പോകാൻ വേണ്ടി കയറാൻ നിൽക്കുകയാണ്, തിരിച്ചു പോകാൻ നിൽക്കുകയാണ്, രഥത്തിലേക്ക് കയറാൻ പുറപ്പെട്ടു അല്ലെ. ആ സമയത്ത് ഉത്തര ആരാണ്? അഭിമന്യുവിന്റെ ഭാര്യയാണ് അല്ലെ. നമ്മൾ കണ്ടിട്ടുണ്ട്, ചക്രവ്യൂഹത്തിന്റെ നടുവിലേക്ക് പോയി അവിടെ മരണപ്പെടുകയാണ് അഭിമന്യു. അങ്ങനെ ഉത്തര, അങ്ങനെയുള്ള അഭിമന്യുവിന്റെ ഭാര്യയാണ് ഉത്തര. ആ ഉത്തര ഭയവിഹ്വലയായിട്ട് ഭഗവാന്റെ നേരെ ഓടി വരുന്നത് ഭഗവാൻ കണ്ടു എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. ഭാരതമേസി ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദിച്ചേ സമഗ്ര പാണ്ഡവ കുലവും ഭഗവത് സംരക്ഷണത്തെ പരിപൂർണമായി ആശ്രയിക്കാൻ ഏത് പരിതസ്ഥിതിയിലും ഭഗവാൻ അവരേവരെയും സംരക്ഷിച്ചു പോന്നു. ഭഗവാൻ ഏവരെയും സംരക്ഷിക്കുന്നു. എന്നാൽ ഭഗവാനെ പൂർണ്ണമായും അഭയം പ്രാപിക്കുന്നവരെ അദ്ദേഹം സവിശേഷ പരിഗണനയോടെ സംരക്ഷിക്കുന്നു. പിതാവ് പൂർണ്ണമായും തന്നെ മാത്രം ആശ്രയിക്കുന്ന ഇളയ പുത്രനിൽ വിശേഷമായി ശ്രദ്ധ ചെലുത്തുന്നു. അപ്പോ ഭഗവാൻ ഭക്ത സംരക്ഷകനാണ് അല്ലെ, ഭക്തവത്സലൻ എന്നാണ് ഭഗവാനെ വിളിക്കുന്നത് തന്നെ. അപ്പോ ഉത്തര ഓടി വരുന്നത് ഭഗവാന്റെ അടുത്തേക്കാണ് അല്ലെ, ഭയവിഹ്വലയായിട്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. അപ്പോ ഭഗവാനാണെങ്കിലോ എല്ലാവരെയും തന്നെ ആശ്രയിക്കുന്ന എല്ലാവരെയും ഭഗവാൻ പറഞ്ഞത് എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചക. അപ്പോ ഭഗവാനെ ആശ്രയിക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഭഗവാനാണ്. അത് ഭഗവാന്റെ ഭക്തന്മാരോട് സവിശേഷ പരിഗണനയോടെ ഭഗവാൻ സംരക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു കമ്പാരിസൺ പറയുന്നു, തന്നെ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഇളയ കുട്ടിയെ അച്ഛൻ സംരക്ഷിക്കുന്നത് പോലെ, അച്ഛൻ ചേർത്ത് പിടിക്കുന്നത് പോലെയാണ് ഭഗവാൻ ഭഗവാന്റെ ഭക്തന്മാരെ ചേർത്ത് പിടിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ അറിയാം, ഭഗവാന്റെ ശുദ്ധ ഭക്തനായിരുന്നു അർജുനൻ അല്ലെ. ഭഗവാനെ മാത്രം ആശ്രയിച്ച ആളാണ് അർജുനൻ. അതുപോലെ ദ്രൗപദി, അതുപോലെ തന്നെ ഭഗവാന്റെ സ്വന്തം പെങ്ങളായിട്ടുള്ള സുഭദ്ര, പിന്നെ കുന്തി മഹാറാണി, ഇവരൊക്കെ ഭഗവാനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട്, നേരത്തെ യുധിഷ്ഠിരനെയും പറഞ്ഞു അല്ലെ, ഭഗവാനെ മാത്രം ആശ്രയിച്ച ആളാണ് യുധിഷ്ഠിരൻ. അപ്പൊ പാണ്ഡവരെല്ലാവരും അങ്ങേയറ്റം ഭഗവാനെ ആശ്രയിച്ചിട്ടുള്ള ആളുകളാണ് അല്ലെ. അപ്പൊ അവിടെയാണ് ഉത്തര മരുമകളായി എത്തിയിട്ടുള്ളത്. ആ ഉത്തരയും ഭഗവാന്റെ ശുദ്ധ ഭക്തിയായിരുന്നു. അടുത്ത ശ്ലോകം വിശേഷാൽ ശ്ലോകമാണ്, 9ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉത്തരോവാച പാഹി പാഹി മഹായോഗിൻ ദേവദേവാ ജഗത്പദേ നാന്യം തഥഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. എല്ലാവർക്കും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉത്തരോവാച പാഹി പാഹി മഹായോഗിൻ ദേവദേവാ ജഗത്പദേ പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ അന്യം തദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. ഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. ഹരേ കൃഷ്ണ. ഉത്തര വചിച്ചു. പാഹി പാഹി, രക്ഷിക്കണമേ രക്ഷിക്കണമേ, മഹായോഗിൻ മഹായോഗി, ദേവദേവ അർച്ചനീയരിൽ അർച്ചനീയനായവനെ, ജഗത്പദേ അല്ലയോ പ്രപഞ്ചനാഥ, ന ഇല്ല അന്യം മറ്റാരും, അങ്ങൊക്കെ ഉപരിയായി, അഭയം നിർഭയത്വം, പശ്യേ ഞാൻ ദർശിക്കുന്നു, എത്ര എവിടെ, മൃത്യുവു മരണം, പരസ്പരം ഈ ദ്വന്ദ്വങ്ങളുടെ ലോകത്തിൽ. വർത്തനം ഭാവാർത്ഥം ഇസി ഭക്തി വേദാന്ത സ്വാമി പ്രഭാതിച്ചേ. ഉത്തര പറഞ്ഞു, അല്ലയോ ദേവാദിദേവ പ്രപഞ്ചനാഥ, പരമോന്നത ഗതിയാണ്, യോഗിയാണ് അങ്ങ്. ദയവായി എന്നെ രക്ഷിച്ചാലും, കാരണം ദ്വന്ദ്വങ്ങളുടെ ഈ ലോകത്തിൽ മൃത്യുവിന്റെ കരാളഹസ്തത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ കെൽപ്പുള്ളവനായി അങ്ങല്ലാതെ മറ്റാരുമില്ല. അപ്പോ ഓടി ഭയവിഹ്വലയായി ഭഗവാന്റെ മുന്നിലേക്ക് ഓടി വരികയാണ് ഉത്തര അല്ലെ. ഓടി വന്ന് ഭഗവാനോട് പറയുന്ന ഒരു ശ്ലോകാണ്, പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ നാന്യം ത്വദഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. അപ്പോ ഇതെല്ലാവരും ബൈഹാർട്ട് പഠിക്കുന്നത് നല്ലതാണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും, എല്ലാ അമ്മമാർക്കും മക്കളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇഷ്ടം അല്ലെ. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ശ്ലോകം ചൊല്ലി ഭഗവാന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാം. കാരണം ഉത്തര തന്റെ ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവാന്റെ മുന്നിലേക്ക് ഓടി വന്നിരിക്കുന്നത്.
ആ സമയത്ത് ഉത്തര ചൊല്ലുന്ന ശ്ലോകാണിത്. വളരെ വിശേഷപ്പെട്ട ശ്ലോകാണ്. ഗർഭിണികളായിട്ടുള്ളവർ ചൊല്ലുന്നത് നല്ലതാണ്. അതുപോലെ മക്കൾക്ക് വേണ്ടി അമ്മമാര് ചൊല്ലുന്നത് നല്ലതാണ്. ഈ ശ്ലോകം അത്രയും വിശേഷമാണ്. അപ്പൊ ഉത്തരം എന്താ ഇവിടെ പറയുന്നത്? അല്ലെ ഭഗവാനെ സ്തുതിക്കുകയാണ് ഇവിടെ അല്ലെ. ഹരേ കൃഷ്ണ. അതിന്റെ സ്ലൈഡ് ഒന്നുകൂടി ഇടുമോ മാതാജി? ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ല. ഒന്ന് എടുക്കട്ടെ. സ്ലൈഡ് മാറി. ശരി. ഞാനും പറയണം വിചാരിച്ചിരുന്നു മാതാജി. നാളെ വല്ലതും പറയാനില്ല മാതാജി. മതിയോ? കിട്ടി. മതി, കിട്ടിയ മാതാജി. എടുത്തു. അല്ലയോ ദേവാദിദേവ പ്രപഞ്ചനാഥ പരമോന്നത യോഗിയാണ് അങ്ങ്. ദയവായി എന്നെ രക്ഷിച്ചാലും. ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മള് സാധാരണക്കാരായിട്ടുള്ള നമ്മള് ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ നേരെ എന്താ പോയി പ്രാർത്ഥിക്കുക? ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്നാണ് അല്ലെ. പക്ഷെ ഉത്തരം എന്താ ചെയ്യുന്നത്? അല്ലയോ ദേവാദിദേവ പ്രപഞ്ചനാഥ പരമോന്നത യോഗിയാണ് അങ്ങ്. അതാണ് ഒരു ഭക്തന്മാരാണ്. നമ്മൾ എപ്പോഴും പറയും നമ്മുടേതായിട്ട് സ്തുതിക്കരുത് ഭഗവാനെ. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾക്ക് വളരെ ബുദ്ധി കുറവാണ് അല്ലെ. നമ്മള് കലികാലത്തിൽ ജനിച്ച ജീവാത്മാക്കളാണ്, ബുദ്ധി കുറഞ്ഞവരാണ്. നമ്മള് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുള്ളൂ. പക്ഷെ ശുദ്ധ ഭക്തന്മാരുടെ സ്തുതികൾക്ക് എന്താ പ്രത്യേകത വെച്ചാൽ അവര് ഭഗവാനെ അങ്ങനെയാണ് സ്തുതിക്കുന്നത്. അത്രയും ഹൃദയം തൊട്ടാണ് ഭഗവാനെ സ്തുതിക്കുന്നത്. അതാണ് ആ സ്തുതിയുടെ പ്രത്യേകത. അപ്പൊ ഇവിടെ ഭഗവാനെ വിളിക്കുകയാണ്, ദേവാദിദേവ പ്രപഞ്ചനാഥ പരമോന്നത യോഗിയാണ് അങ്ങ്. ദയവായി എന്നെ രക്ഷിച്ചാലും. ശേഷമാണ് പറയുന്നത് ദയവായി എന്നെ രക്ഷിച്ചാലും. കാരണം ദ്വന്ദ്ങ്ങളുടെ ഈ ലോകത്തിൽ മൃത്യുവിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ കെൽപ്പുള്ളവനായ അങ്ങല്ലാതെ മറ്റാരുമില്ല. അപ്പൊ ഈ മരണഭയത്തിൽ നിന്ന് രക്ഷിക്കാൻ ഭഗവാൻ അല്ലാതെ മറ്റാരുമില്ല. അപ്പൊ നമ്മളൊക്കെ ഒരു കാര്യം ഓർക്കണം. ഈ അഭിമന്യു ചക്രവ്യൂഹത്തിന്റെ നടുവിലേക്ക് പോയിരിക്കുന്നത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ്. അവിടെ അഭിമന്യുവിനെ ഭഗവാൻ രക്ഷിച്ചില്ല. സ്വന്തം മരുമകനാണ് അല്ലെ, പെങ്ങളുടെ മകനാണ്, സുഭദ്രയുടെ മകനാണ് അഭിമന്യു. അപ്പൊ എന്നിട്ടും ഭഗവാൻ അവനെ രക്ഷിച്ചില്ല. അപ്പൊ നമ്മളാണ് ഉത്തരയുടെ സ്ഥാനത്തെങ്കിൽ നമ്മൾ ഒരിക്കലും ഭഗവാനെ ആശ്രയിക്കാൻ പോകില്ല അല്ലെ. പക്ഷെ ആ ഉത്തരയുടെ ആ ഒരു ശുദ്ധ ഭക്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാനാണ് എല്ലാവരെയും സംരക്ഷിക്കുന്നത് എന്നുള്ള പൂർണ്ണമായ തിരിച്ചറിവ് ഉത്തരയ്ക്ക് ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും ആരെയും കൊല്ലാൻ ഭഗവാൻ പോവില്ല അല്ലെ. ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കുന്നവനാണെന്നുള്ള കൃത്യമായ ബോധം ഉത്തരയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉത്തര അതേ കാര്യം തന്നെയാണ് ഇവിടെ വന്ന് പറഞ്ഞത് അല്ലെ. ഭഗവാൻ അല്ലാതെ മറ്റാർക്കും ഈ മൃത്യുഭയത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് ഉത്തര പറയുന്നത്. ഭാവാർത്ഥം ഈസി ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദിജി. നിരപേക്ഷ ധാമത്തിന്റെ ഏകത്വത്തിൽ നിന്നും വിരുദ്ധമായി ഈ ഭൗതിക ലോകം ദ്വന്ദ്ങ്ങളുടെ ലോകമാകുന്നു. ദ്വന്ദ്ങ്ങളുടെ ഈ ലോകം ജഡവും ചേതനവും ചേർന്നതാണ്. അതേസമയം നിരപേക്ഷ ധാമമാകട്ടെ ഭൗതിക ഗുണങ്ങളുടെ ഛായാരഹിതമായ സമ്പൂർണ്ണ ചേതനമാണ്. ദ്വന്ദ്വലോകത്തിൽ ഓരോരുത്തരും ലോകത്തിന്റെ അധിപനാകാനായി വഞ്ചകമായി അതേസമയം നിരപേക്ഷധാമത്തിൽ ഭഗവാൻ പരമപ്രഭുവാകുന്നു. മറ്റുള്ളവരെല്ലാം ഭഗവാന്റെ നിരുപാധിക സേവകരാകുന്നു. ദ്വന്ദ്വങ്ങളുടെ ലോകത്തിൽ ഏവരും മറ്റെല്ലാവരോടും അസൂയാലുവാകുന്നു. ജഡം ചേതനം എന്നീ ദ്വിവിധമായ അസ്തിത്വം നിമിത്തം മൃത്യു അനിവാര്യമാകുന്നു. സമർപ്പിത ആത്മാവിന് നിർഭയതയ്ക്കുള്ള ഏക ആശ്രയസ്ഥാനം ഭഗവാനാകുന്നു. ഭഗവത് പാതാരബിന്ദങ്ങളിൽ അഭയം പ്രാപിക്കാതെ ആർക്കും ഭൗതിക ലോകത്തിൽ മൃത്യുവിന്റെ കരാളഹസ്തങ്ങളിൽ നിന്നും സ്വയം രക്ഷപ്പെടാനാവില്ല. ഇവിടെ ദ്വന്ദ്വമെന്നും ഏകത്വമെന്നും ഒക്കെ പറയുന്നുണ്ട് അല്ലെ. എന്താണ് ഇവിടെ പറഞ്ഞു തരുന്നത്? നിരപേക്ഷ ധാമത്തിന്റെ ഏകത്വത്തിൽ നിന്നും വിരുദ്ധമായി ഈ ഭൗതിക ലോകം. ഈ നിരപേക്ഷ ധാമം എന്ന് പറയുന്നത് ഭഗവാന്റെ ആധ്യാത്മിക ലോകമാണ്. അവിടെ എന്താണ്? അവിടെ ശരീരവും ആത്മാവും ഒന്നാണ്. അതുകൊണ്ടാണ് ഏകത്വം. ഏകത്വത്തിൽ നിന്നും വിരുദ്ധമായി ഈ ഭൗതിക ലോകം ദ്വന്ദ്ങ്ങളുടെ ലോകമാകുന്നു. ഇവിടെ എന്തുണ്ട്? എല്ലാം രണ്ടുണ്ട് അല്ലെ. സുഖമുണ്ട്, ദുഃഖമുണ്ട്, ജനനമുണ്ട്, മരണമുണ്ട്, ഇങ്ങനെ എല്ലാം രണ്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ദ്വന്ദ്ങ്ങളുടെ ലോകം എന്ന് പറയുന്നത്. ഒന്ന് മാത്രമായിട്ട് ഇവിടെ നമുക്ക് കിട്ടൂല. ലാഭം ഉണ്ടെങ്കിൽ നഷ്ടം ഉണ്ടാകും. അങ്ങനെ എല്ലാം ദ്വന്ദ്ങ്ങളാണ് ഈ ലോകത്തുള്ളത്. ഭൗതിക ലോകത്തിന്റെ പ്രത്യേകത അതാണ്. അതുപോലെ ജഡവും ചേതനവും ചേർന്നതാണ്. നമ്മുടെ ജീവാത്മാവും ഉണ്ട്, നമ്മള് സ്ഥൂല ശരീരമായിട്ടുള്ള ജഡപദാർത്ഥമാണ് നമ്മൾ കാണുന്നത് അല്ലെ. പ്രത്യക്ഷത്തിൽ കാണുന്നത് എന്താണ്? സ്ഥൂലമായിട്ടുള്ള ജഡപദാർത്ഥം. അതിനകത്ത് കാണാത്ത ചേതനയുണ്ട്. അപ്പൊ ഇത് രണ്ടും ഉള്ളതാണ് ഈ ലോകം. അതായത് സൂക്ഷ്മമായിട്ടുള്ള ആത്മാവും ജഡമായിട്ടുള്ള ശരീരവും രണ്ടും ചേർന്നിട്ടുള്ള ലോകമാണ് ഇത്. നിരപേക്ഷ ധാമമാകട്ടെ ഭൗതിക ഗുണങ്ങളുടെ ഛായാരഹിതമായ സമ്പൂർണ്ണ ചേതനമാണ്. അപ്പൊ ജീവാത്മാവിന് ആത്മാവും ശരീരവും ഒരുപോലെയുള്ള ഒരു ശരീരമാണ് അതീന്ദ്രിയമായിട്ടുള്ള ശരീരം എന്ന് പറയുന്നത് അല്ലെ. ആത്മീയ ലോകത്തപ്പോ
രണ്ടും ഒന്നാണ്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് നിരപേക്ഷധാമത്തിന്റെ ഏകത്വം എന്ന്. അപ്പൊ ആധ്യാത്മിക ലോകത്തില് നമുക്ക് ശരീരവും ആത്മാവും വ്യത്യാസം ഉണ്ടാവില്ല, അത് ഒരുപോലെയാണ്. അത് രണ്ടും എന്താണ്? അതീന്ദ്രിയമായിരിക്കും. ദ്വന്ദ്വ ലോകത്തിൽ ഓരോരുത്തരും ലോകത്തിന്റെ അധിപനാകാനായി വഞ്ചകമായി പരിശ്രമിക്കുന്നു. അതേസമയം നിരപേക്ഷധാമത്തിൽ ഭഗവാൻ പരമപ്രഭുവാകുന്നു. അപ്പോ ഭഗവാനാണ് ഭഗവാന്റെ ആധ്യാത്മിക ലോകത്തിലെ പരമപ്രഭു അല്ലെ. അത് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഭഗവാന്റെ ദാസന്മാരായിട്ടാണ് ആ ലോകത്തിൽ ഇരിക്കുന്നതെങ്കിൽ ഇവിടെ എല്ലാവരും വിചാരിക്കുന്നു ഞാനാണ് ഇതിന്റെയൊക്കെ കൺട്രോളർ എന്ന് വിചാരിച്ച് എല്ലാവരും വഞ്ചനാപരമായിട്ട് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് അൾട്ടിമേറ്റ് കൺട്രോളർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ഈ ദ്വന്ദ്വ ലോകത്തിൽ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദ്വന്ദ്ങ്ങളുടെ ലോകത്തിൽ എല്ലാവരും മറ്റെല്ലാവരോടും അസൂയാലുവാകുന്നു. അപ്പൊ നമുക്കൊക്കെ അസൂയ ഉണ്ടല്ലേ. ഒരാൾ നന്നാവുന്നത് കണ്ടാൽ പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാവും അല്ലെ. അപ്പൊ എല്ലാവർക്കും പരസ്പരം അസൂയുള്ള ഒരു ലോകമാണ് ഈ ഒരു ലോകം, ഭൗതിക ലോകം എന്ന് പറയുന്നത്. ജഡം, ചേതനം എന്നീ വിവിധമായ അസ്തിത്വം നിമിത്തം മൃത്യു അനിവാര്യമാകുന്നു. അപ്പൊ ഈ രണ്ട് അസ്തിത്വം ഉണ്ട് അല്ലെ. ഒന്ന് ആത്മാവും ഉണ്ട്, മറ്റൊന്ന് ശരീരമുണ്ട്. ഈ ശരീരം എന്ന് പറയുന്നത് ജഡപദാർത്ഥം ആയതുകൊണ്ട് തന്നെ അതിന് നശിക്കേണ്ടി വരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തുണ്ട്? മൃത്യു എന്ന് പറയുന്നത് അനിവാര്യമാണ്. സമർപ്പിത ആത്മാവിന് നിർഭയതയ്ക്കുള്ള ഏക ആശ്രയസ്ഥാനം ഭഗവാനാകുന്നു. ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ക്വാളിറ്റി എന്താണ്? നിർഭയതയാണ് അല്ലെ. ഭഗവാൻ നമ്മളെ പരിപൂർണമായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. രക്ഷിഷ്യരീതി വിശ്വാസോ അല്ലെ. ഭഗവാനാണ് നമ്മുടെ രക്ഷിതാവ് എന്ന് നമ്മൾക്ക് നല്ല വിശ്വാസമുള്ള ഭഗവാന്റെ ഭക്തന്മാർക്ക് നിർഭയതയാണ് കിട്ടുന്നത്. അപ്പോൾ നിർഭയതയ്ക്കുള്ള ഏക ആശ്രയസ്ഥാനം ഭഗവാനാണ്. ഭഗവത് പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിക്കാതെ ആർക്കും ഭൗതിക ലോകത്തിൽ മൃത്യുവിന്റെ കരാളഹസ്തങ്ങളിൽ നിന്നും സ്വയം രക്ഷപ്പെടാനാവില്ല. അപ്പൊ നമുക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആരെ ആശ്രയിക്കണം? നമ്മള് ഭഗവാനെ തന്നെ ആശ്രയിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ അഭിദ്രവതി മാമീശ ശരസ്താത്തായ സോഭിപോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. എല്ലാവർക്കും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ അഭിദ്രവതി മാമീശ ശരസ്താത്തായ സോഭിപോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. ഹരേ കൃഷ്ണ. അഭിദ്രവതി നേരെ വരുന്നു. മാം എന്റെ ഈശ അല്ലയോ ഭഗവാനെ. ശരഹ അസ്ത്രം തപ്തമായ ആയസഹ ഇരുമ്പ്. വിഭോ അല്ലയോ സർവശ്രേഷ്ഠ. കാമം ആഗ്രഹം. ദഹതു ദഹിപ്പിക്കാൻ അനുവദിക്കൂ. മാം എന്നെ. നാഥ അല്ലയോ സംരക്ഷിക. മാ അരുത്. മേ എന്റെ. ഗർഭ ഗർഭം. നിപാത്യത അലസിപ്പിക്കാൻ അനുവദിക്കുക. ദർശനം ഭാവാർത്ഥം എസി ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് കി ജയ്. അല്ലയോ ഭഗവാനെ, അങ്ങ് സർവശക്തനാണ്. ഒരു തപ്തമായ ഇരുമ്പസ്ത്രം അതിവേഗത്തിൽ എന്നെ സമീപിക്കുന്നു. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഇച്ഛ അതാണെങ്കിൽ അതെന്നെ ദഹിപ്പിച്ചു കൊള്ളട്ടെ. എന്നാൽ ദയവായി എന്റെ ഭ്രൂണത്തെ ദഹിപ്പിച്ച് ഗർഭഛിദ്രം ഉണ്ടാകാൻ അനുവദിക്കരുത്. എന്റെ ഭഗവാനെ, ദയവായി എന്നോട് ഈ കാരുണ്യം കാട്ടണമേ. അപ്പോൾ ഉത്തര എന്തിനാണ് നേരെ ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഉത്തര പറയാണ്, അല്ലയോ ഭഗവാനെ, അങ്ങ് സർവശക്തനാണ്. അപ്പോഴും ഉത്തര വീണ്ടും ഭഗവാനെ സ്തുതിക്കുകയാണ് അല്ലെ. ഭഗവാനാണ് സർവശക്തൻ. ഒരു തപ്തമായ ഇരുമ്പസ്ത്രം, അതായത് അശ്വത്ഥാമാവ് തൊടുത്തു വിട്ടിട്ടുള്ള ബ്രഹ്മാസ്ത്രം വീണ്ടും തൊടുത്തു വിട്ടു അല്ലെ. ആദ്യം ഒരെണ്ണം തൊടുത്തു വിട്ടു അർജുനന്റെ നേരെ, അത് അർജുനനായിട്ട് പിൻവലിച്ചു. ഇവിടെ വീണ്ടും ഉത്തരയുടെ ഗർഭത്തിന് നേരെയാണ് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം വിടുന്നത്. ഒരു തപ്തമായ ഇരുമ്പ് അസ്ത്രം അതിവേഗത്തിൽ എന്നെ സമീപിക്കുന്നു. വളരെ വേഗത്തില് ഒരു അസ്ത്രം എന്റെ അടുത്തേക്ക് വരുന്നു. അത് അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഇച്ഛ അതാണെങ്കിൽ അത് എന്നെ ദഹിപ്പിച്ചു കൊള്ളട്ടെ. പക്ഷെ എന്റെ ഭ്രൂണത്തിന് എനിക്ക് ഗർഭഛിദ്രം ഉണ്ടാവാതെ നോക്കണേന്ന്. അതായത് അത് എന്നെ വധിച്ചാലും കുഴപ്പമില്ല, പക്ഷെ അഭിമന്യുവിന്റെ കുട്ടി അല്ലെ, ആ ഒരു വംശത്തിന്റെ ആകെയുള്ള ഒരേ ഒരു സന്തതിയാണ് ഉത്തരയുടെ ഗർഭത്തിൽ ഇരിക്കുന്നത്. വേറെ ഒരു സന്തതികളെയും യുദ്ധത്തിൽ ബാക്കി വെച്ചിട്ടില്ല അല്ലെ. എല്ലാവരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട് അവിടെ. അപ്പൊ ആരും ബാക്കിയായിട്ടില്ല. അങ്ങനെയുള്ള ആ ഒരു വംശത്തിന്റെ ഒരേ ഒരു അനന്തരാവകാശിയാണ് പരീക്ഷിത് മഹാരാജാവ്, ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവ്. അപ്പൊ ആ ഭ്രൂണത്തിനെയാണ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അശ്വത്ഥാമാവ് അസ്ത്രം തൊടുത്തു വിടുന്നത്. അപ്പോ ആ അസ്ത്രം എന്നെ ദഹിപ്പിച്ചോട്ടെ, കുഴപ്പമില്ല,
എന്റെ ഭ്രൂണത്തെ ദഹിപ്പിക്കാതെ സംരക്ഷിക്കണേ എന്നാണ് ഭഗവാനോട് ആര് വന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്? ഉത്തര വന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്. എന്റെ ഭഗവാനെ ദയവായി എന്നോട് ഈ കാരുണ്യം കാട്ടണമേ, എന്നോട് കാരുണ്യം കാണിക്കണേ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യാനാണ് ഉത്തര ഓടി വരുന്നത്. ഭഗവാൻ രഥത്തിൽ കയറിയാണ് അല്ലെ, രഥത്തിൽ കയറി നിൽക്കുന്ന ഭഗവാന്റെ അടുത്തേക്കാണ് ഉത്തര ഓടി വന്ന് പറയുന്നത്, എന്റെ നേരെ ഒരു അസ്ത്രം പാഞ്ഞു വരുന്നു, ഒരു ഇരുമ്പസ്ത്രം പാഞ്ഞു വരുന്നു, അത് എന്നെ ദഹിപ്പിച്ചാലും കുഴപ്പമില്ല, അതാണ് ഭഗവാന്റെ ഇച്ഛയെങ്കിൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കാം, പക്ഷെ എനിക്ക് ഗർഭചിത്രം ഉണ്ടാവാൻ അനുവദിക്കരുതേ, അതിനെ പ്രൊട്ടക്ട് ചെയ്യണേ, എന്റെ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യണേ ഭഗവാനെ എന്നാണ് ഉത്തര ഇവിടെ ഭഗവാനോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഭാവാർത്ഥം എസ് ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ഉത്തരയുടെ പതിയായ അഭിമന്യുവിന്റെ മൃത്യുവിന് ശേഷമാണ് ഈ സംഭവം നടന്നത്. അഭിമന്യുവിന്റെ വിധവയായ ഉത്തര തന്റെ പതിയുടെ പാത പിന്തുടരേണ്ടതായിരുന്നു. എന്നാൽ ഉത്തരയുടെ ഗർഭത്തിൽ മഹാഭഗവത് ഭക്തനായ പരീക്ഷിത് മഹാരാജാവ് ഭ്രൂണരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാൽ അദ്ദേഹത്തിന്റെ സംരക്ഷണം ഉത്തരയുടെ ഉത്തരവാദിത്വമായിരുന്നു. തന്റെ ശിശുവിന് പൂർണ്ണ സംരക്ഷണം നൽകുക എന്നത് ഒരു മാതാവിന്റെ മഹത്തായ ഉത്തരവാദിത്വമാകുന്നു. ആകയാൽ ഇക്കാര്യം നിർവാദ്യം ഭഗവത് സമക്ഷം അവതരിപ്പിക്കുന്നതിൽ ഉത്തര ലജ്ജ കാട്ടിയില്ല. ഉത്തര ഒരു മഹാനായ രാജാവിന്റെ പുത്രിയും ഒരു വീരയോദ്ധാവിന്റെ പത്നിയും ഒരു ഉത്തമ ഭക്തന്റെ ശിഷ്യയുമായിരുന്നു. പിന്നീട് അവർ ശ്രേഷ്ഠനായ ഒരു രാജാവിന്റെ മാതാവുമായിരുന്നു. സർവപ്രകാരത്തിലും ഭാഗ്യവതിയായിരുന്നു ഉത്തര. അപ്പോ ഇവിടെ പറയുന്നു, ഉത്തര അഭിമന്യുവിന്റെ മൃത്യുവിന് ശേഷം എന്തുകൊണ്ട് സതി അനുഷ്ഠിച്ചില്ല? സ്വതവേ സ്ത്രീകൾ എങ്ങനെയാണോ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സതി അനുഷ്ഠിക്കും അല്ലെ? ഭർത്താവ് മരിക്കുമ്പോ, ഭർത്താവായിട്ടുള്ള അഭിമന്യു മരിക്കുമ്പോ ഉത്തര ഗർഭിണിയായിരുന്നു. അപ്പൊ ആ കുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരമ്മയുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് ഉത്തര സതി അനുഷ്ഠിച്ചില്ല. അതുപോലെ ഉത്തര എന്താണ് ഇവിടെ പറയുന്നത്? ഉത്തര മഹാനായ ഒരു രാജാവിന്റെ പുത്രിയായിരുന്നു. നമുക്കറിയാം പാണ്ഡവര് അവസാനത്തെ 13ാമത്തെ വർഷം ഉണ്ടായിട്ടുള്ള എന്താണ് അജ്ഞാതവാസം സമയത്ത് ഈ ഉത്തരയുടെ കൊട്ടാരത്തിലാണ്, ഉത്തരയുടെ അച്ഛന്റെ പേര് മറന്നുപോയി ഞാൻ. അപ്പൊ അവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. വിരാട് രാജ്യത്തിലാണ് അവരൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ വിരാട് രാജാവിന്റെ പുത്രിയായിരുന്നു. അതുകൊണ്ടാണ് മഹാനായ ഒരു രാജാവിന്റെ പുത്രിയായിരുന്നു, ഒരു വീരയോദ്ധാവിന്റെ പത്നി, അതായത് അഭിമന്യുവിന്റെ പത്നിയാണ്, ഒരു ഉത്തമ ശിഷ്യന്റെ ശിഷ്യ. അതാരാണെന്ന് ഓർമ്മയുണ്ടോ? സൈരന്ധ്രിയായിട്ട് അർജുനന്റെ ഗുരുവായിരുന്നു. സൈരന്ധ്രി എന്ന പേരിലാണ് ഉത്തരയുടെ ഗുരുവായിട്ട് അർജുനൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരു ഉത്തമ ഭക്തന്റെ ശിഷ്യയുമായിരുന്നു ഉത്തര എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നീട് അവർ ശ്രേഷ്ഠനായ ഒരു രാജാവിന്റെ മാതാവുമായിരുന്നു. പരീക്ഷിത് മഹാരാജാവ് ശ്രേഷ്ഠനായ ഒരു രാജാവാണ് അല്ലെ. പരീക്ഷിത് മഹാരാജാവിനാണ് ഈ ശ്രീമദ് ഭാഗവതം ശുകദേവ ബ്രഹ്മർഷി ആദ്യമായിട്ട് ഉപദേശിക്കുന്നത്. അപ്പോ സർവപ്രകാരത്തിലും ഭാഗ്യവതിയായിരുന്നു ഉത്തര എന്നിവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നു. അപ്പൊ ഉത്തര എന്തുകൊണ്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് വന്നത് എന്നും എന്തുകൊണ്ട് സതി അനുഷ്ഠിച്ചില്ല എന്നും ഇവിടെ ഈ ഒരു ഭാവാർത്ഥത്തിൽ പറയുന്നു അല്ലെ. ഉത്തര ഗർഭിണി ആയതുകൊണ്ടും ആ കുട്ടിയെ സംരക്ഷിക്കേണ്ടത് ഉത്തരയുടെ ഡ്യൂട്ടി ആയതുകൊണ്ടും ഉത്തര സതി അനുഷ്ഠിച്ചില്ല. അതുപോലെ എന്തുകൊണ്ടാണ് ഭഗവാനെ ആശ്രയിക്കുന്നത്? ആ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഉത്തര ഭഗവാനെ ആശ്രയിക്കുന്നത്. അപ്പൊ ഈ 2 ശ്ലോകമാണ് ഉത്തര ഭഗവാനോട് പറഞ്ഞതായിട്ട് കാണുന്നുള്ളൂ. അപ്പൊ ഈ 2 ശ്ലോകം മാത്രം മതി അല്ലെ നമുക്ക് ഭഗവാനെ ആശ്രയിക്കാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ട് ഭഗവാന്റെ അടുത്ത് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കാര്യമാണ് ഉത്തര ഇവിടെ ചോദിക്കുന്നത്, ഭഗവാന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച ഉപധാര്യ വചസ്തസ്യ ഭഗവാൻ ഭക്തവത്സലഃ അപാണ്ഡവമിതം കർത്തും ദ്രൗണേരസ്ത്രമബുദ്ധ്യത. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച ഉപധാര്യ വചസ്തസ്യ ഭഗവാൻ വത്സവത്സലഃ അപാണ്ഡവമിതം കർത്തും ദ്രൗണേരസ്ത്രമബുദ്ധ്യത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സൂത ഉവാച. സൂത ഗോസ്വാമി അരുളി ചെയ്തു. ഉപധാര്യ ക്ഷമയോടെ അവർ കഥിച്ചത് ശ്രവിച്ച ശേഷം വചഃ വചനങ്ങൾ തസ്യ അവളുടെ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ ഭക്തവത്സലഃ സ്വഭക്തരോട് അതിരേകമായി പ്രീതിയുള്ള ഭഗവാൻ അപാണ്ഡവം
പാണ്ഡവരുടെ പിൻഗാമികളുടെ അസ്തിത്വമില്ലാതെ ഇതം ഇപ്രകാരം കർത്തും ഇത് ചെയ്യുവാനായി ദ്രോണാചാര്യരുടെ പുത്രന്റെ അസ്ത്രം അബുദ്ധ്യത ഗ്രഹിച്ചു. വർത്തനം ഭാവാർത്ഥം എസി ഭക്തി വേദാന്ത സ്വാമിശ്രീ പ്രഭുപാദിക്ക് സുത ഗോസ്വാമി അരുളി ചെയ്തു. ഭക്തവത്സലനായ ശ്രീകൃഷ്ണ ഭഗവാൻ അവളുടെ വചനങ്ങൾ ക്ഷമാപൂർവം ശ്രവിച്ചു. ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് പാണ്ഡവ വംശത്തിലെ അവസാന ജീവനെ നശിപ്പിക്കാൻ അയച്ച ബ്രഹ്മാസ്ത്രമാണതെന്ന് തൽക്ഷണം ഭഗവാൻ ഗ്രഹിച്ചു. അപ്പോ ഭഗവാൻ ഉത്തരയുടെ ആ പ്രാർത്ഥന കേട്ടതും ഭഗവാൻ അത് വളരെ ശ്രദ്ധാപൂർവം ശ്രവിച്ചു എന്നാണ് പറഞ്ഞത് അല്ലെ. വളരെ വചനങ്ങൾ ക്ഷമാപൂർവം ശ്രവിച്ചു, വളരെ ടോളറേറ്റ് ചെയ്ത്, വളരെ പീസ്ഫുൾ ആയി. ഭഗവാൻ ഏത് സിറ്റുവേഷനിലാണ്? ധൃതിയിലാണ് അല്ലെ, ദ്വാരകയ്ക്ക് പോകാനുള്ള ധൃതിയിലാണെങ്കിലും ഭഗവാൻ ഉത്തര പറഞ്ഞപ്പോ വളരെ ക്ഷമാപൂർവം ശ്രവിച്ചു. ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് അയച്ച ബ്രഹ്മാസ്ത്രമാണെന്ന് ഭഗവാൻ മനസ്സിലായി അല്ലെ. ഉത്തരയുടെ നേരെ പാഞ്ഞു വരുന്ന ആ ഇരുമ്പ് അസ്ത്രം എന്ന് പറയുന്നത് വീണ്ടും അശ്വത്ഥാമാവ് അയച്ചിട്ടുള്ള ഒരു ബ്രഹ്മാസ്ത്രമാണെന്ന് ഭഗവാൻ മനസ്സിലാക്കി. ഭക്തി വേദാന്ത സ്വാമിശ്രീ ഭഗവാൻ എല്ലാവിധത്തിലും പക്ഷപാതമില്ലാത്തവനാണെങ്കിലും ഭക്തരോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക ചായ്വുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഏവരുടെയും നന്മയ്ക്ക് ഇത് അത്യന്തം അനുപേക്ഷണീയമാണ്. പാണ്ഡവ വംശം ഭക്തരുടെ കുലമായിരുന്നു. ആകയാൽ ലോകത്തെ ഭരിക്കുന്നത് അവരാകണമെന്ന് ഭഗവാൻ കാക്ഷിച്ചു. അദ്ദേഹം ദുര്യോധന പക്ഷത്തിന്റെ ഭരണം ഇല്ലാതാക്കുകയും മഹാരാജാ യുധിഷ്ഠിരന്റെ ഭരണം സുസ്ഥാപിക്കുകയും ചെയ്തതിന്റെ കാരണം ഇതാണ്. ആകയാൽ ഗർഭത്തിലുള്ള മഹാരാജാവ് പരീക്ഷത്തിനെ രക്ഷിക്കണമെന്ന് ഭഗവാൻ ഇച്ഛിച്ചു. ഉത്തമ ഭക്ത കുടുംബമായ പാണ്ഡവരില്ലാത്ത ലോകം എന്ന ആശയം ഭഗവാൻ ആഗ്രഹിച്ചില്ല. ഉത്തമ ഭക്ത കുടുംബമായ പാണ്ഡവരില്ലാത്ത ലോകം എന്ന ആശയം ഭഗവാൻ ആഗ്രഹിച്ചില്ല. അപ്പോ ഇവിടെ ഫാദർ നമുക്ക് പറയാണ്, ഭഗവാൻ ഭഗവാൻ ആരോടും പ്രത്യേകിച്ച് ഇഷ്ടവും ഇല്ല ദേഷ്യവും ഇല്ല എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാൻ എല്ലാ വിധത്തിലും പക്ഷപാതം ഇല്ലാത്തവനാണെങ്കിലും ഭക്തന്മാരുടെ ഒരു പ്രത്യേക ചായ്വ് ഭഗവാനുണ്ട്. അത് ഭഗവാനും ആ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഭഗവാന് ഭക്തന്മാരോട് പ്രത്യേക അനുകമ്പയുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഭക്തന്മാരുടെ കുടുംബമാണ് ഈ പാണ്ഡവ വംശം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കുന്തി മഹാറാണി ഭഗവാന്റെ ഭക്തയാണ്. പഞ്ചപാണ്ഡവരും അല്ലെ, പഞ്ചപാണ്ഡവരും ഭഗവാന്റെ ഭക്തന്മാരാണ്. ദ്രൗപദി ഭഗവാന്റെ ഭക്തയാണ്. അതുപോലെ സുഭദ്ര ഭഗവാന്റെ സഹോദരിയും ഭഗവാന്റെ ഭക്തയുമാണ്. അതുപോലെ തന്നെ ഉത്തരയും ഭഗവാന്റെ ഭക്തയാണ്. അപ്പോ മൊത്തം പാണ്ഡവ വംശം മുഴുവനും എന്താണ്? ഭഗവാന്റെ ഭക്തന്മാരാണ്. അങ്ങനെയുള്ള പാണ്ഡവരുടെ കയ്യിലാണ് ഭരണം വേണ്ടതെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ദുര്യോധനാദികളെ വധിക്കാനുള്ള ഒരു ഏർപ്പാട് ഭഗവാൻ മഹാഭാരത യുദ്ധത്തില് ഏർപ്പാട് ചെയ്തതും പാണ്ഡവരെ സംരക്ഷിച്ചതും അതിനു വേണ്ടിയാണ്. അപ്പോ അങ്ങനെയുള്ള പാണ്ഡവർക്ക് അനന്തരാവകാശം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു അല്ലെ. അവരുടെ വംശം നിലനിൽക്കണം എന്ന് ഭഗവാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷിത് മഹാരാജാവിനെ സംരക്ഷിക്കാൻ ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും പാണ്ഡവരില്ലാത്ത ലോകം എന്ന ആശയം ഭഗവാൻ ആഗ്രഹിച്ചില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ദുര്യോധനാദികളിൽ നിന്ന് രാജ്യം എടുത്ത് യുധിഷ്ഠിരന്റെ കയ്യിൽ ഏൽപ്പിച്ചത് പോലും ഭഗവാന് അവരുടെ കയ്യിൽ വേണം ഈ രാജ്യം നല്ല രീതിയിൽ ഭരിക്കാൻ ഏൽപ്പിക്കാനെന്ന് തോന്നിയത് കൊണ്ടാണ്, അങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ടാണെന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ की जय, प्रभुपाद की जय, गुरु महाराज की जय, निताय गौर प्रेमानंदे. हरि हरि बोल. हरे कृष्णा. सर्वं श्री कृष्ण. हरे कृष्ण.